ഇപ്പോൾ വയനാട് മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിക്കാൻ എത്തിയിരിക്കുകയാണ്. വയനാട് കള്ളാടിയിൽ തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ സ്ഥലം സന്ദർശിച്ച് മുഖ്യമന്ത്രി അവിടെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. മേപ്പാടി കള്ളാടിയിൽ കോഴിക്കോട് വയനാട് തുരങ്കപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് വൻ മണ്ണിടിച്ചിലുണ്ടായത്. മീനാക്ഷി പാലത്തിന് സമീപമാണ് ഈ അപകടം. അവിടേക്കാണിപ്പോൾ മുഖ്യമന്ത്രി സന്ദർശനം നടത്താൻ നേരിട്ടെത്തിയിട്ടുള്ളത്. നിർമ്മാണ സ്ഥലത്ത് അശാസ്ത്രീയമായ മണ്ണ് കൂട്ടിയിരുന്നതാണ് ദുരന്തത്തിന് കാരണമെന്ന് നേരത്തെ സർക്കാർ ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു. മുൻകൂട്ടി നൽകിയ മുന്നറിയിപ്പുകളൊക്കെ അവഗണിച്ചിരുന്നു. മണ്ണ് നീക്കം ചെയ്യാതിരുന്ന കരാറുകാരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച അപകടമുണ്ടാക്കിയെന്നൊക്കെയായിരുന്നു സർക്കാർ ഇന്നലെ അപകടത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. ഇപ്പോൾ പ്രദേശത്ത് സൈന്യത്തിൻ്റെയും വിവിധ സേനകളുടെയും നേതൃത്വത്തിൽ ഊർജിതമായ തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇപ്പോഴും കാണാതായവർ മണ്ണിനടിയിലാണെന്ന് സംശയിക്കുന്നു. അവിടെയാണിപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരന്തബാധിത പ്രദേശം സന്ദർശിക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. വിവരങ്ങളുമായി സരീഷ് ചേരുകയാണ്. സരീഷ്, മുഖ്യമന്ത്രി അവിടെ എത്തിയിട്ടുണ്ട്, സന്ദർശനം ആരംഭിച്ചിരിക്കുകയാണ്. മറ്റെന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മന്ത്രിമാരും ഈ പാലത്തിന് മുകളിലൂടെ ഈ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ഏത് ഭാഗത്താണ് ദുരന്തം നടന്നത്, അതോടൊപ്പം തന്നെ എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ പാലത്തിന് മുകളിലൂടെ അദ്ദേഹം ഏറ്റവും അവസാനം അതായത് രക്ഷാപ്രവർത്തനം നടക്കുന്ന ആ ഭാഗത്ത് ഇപ്പോൾ അദ്ദേഹം എത്തിയിരിക്കുന്നത്. എന്തായാലും ആ മേഖലയിൽ എത്തി അവിടെ NDRF സംഘങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ പോലീസുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട് ഉൾപ്പെടെയുള്ള ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന എല്ലാ സേനാംഗങ്ങളും അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ആ ഉദ്യോഗസ്ഥരുമായൊക്കെ ഒരു കൂടിയാലോചനകൾ നടത്തുകയാണ്. കാരണം നിലവിൽ എത്രത്തോളം മണ്ണ് ഓരോ സ്ഥലത്തും കൂടിക്കിടക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഇനി അടുത്ത ഘട്ടത്തിൽ ഏത് രീതിയിലാണ് ഈ 5 പേർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കേണ്ടത്, അവിടെ എങ്ങനെയാണ് ആ മണ്ണ് ഡംപ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ നീക്കം ചെയ്യുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തണമെങ്കിൽ ഇന്ന് ഈ മുഖ്യമന്ത്രിയുമായുള്ള ഈ ചർച്ച അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും വിവാദമായ ചില പരാമർശങ്ങൾ കൂടി നേരത്തെ ചില മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിൽ ഒരു വ്യക്തത വരുത്തണമെങ്കിൽ ഈ എവിടെയാണ് ഈ മണ്ണ് നേരത്തെ കൂട്ടിയിട്ടിരുന്നത്, അതോടൊപ്പം തന്നെ എവിടെയാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്, എവിടെയാണ് ഈ മണ്ണിടിച്ചിലിന്റെ ഉദ്ഭവം തുടങ്ങിയ കാര്യങ്ങളിൽ മുഖ്യമന്ത്രി നേരിട്ടൊരു പരിശോധന നടത്തണം എന്ന് അന്ന് തന്നെ നേരത്തെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ സ്ഥലം കാണാതെയാണ് അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാതെയാണ് ഈ മന്ത്രിമാരൊക്കെ പ്രസ്താവന നടത്തുന്നത് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് അങ്ങനെ ഒരു വിവാദങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരിസ്ഥിതി ലോല പ്രദേശമാണ്, ഈ ഇത്തരത്തിൽ ഫീസിബിലിറ്റി ടെസ്റ്റ് ഒന്നും നടത്താതെയാണ് ഈ തുരങ്കപാത നിർമ്മാണം നടത്തുന്നത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് പോലും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ സ്ഥലത്തേക്ക് എത്തി എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഒരുപക്ഷെ ഇനിയും പരിശോധനകൾ ഔദ്യോഗികമായ രീതിയിലുള്ള പരിശോധനകളൊക്കെ ഒരു ഭാഗത്ത് നടത്തണമെന്ന് അദ്ദേഹം പറയുമ്പോൾ പോലും ഈ നേരിട്ടെത്തി എവിടെയാണ് സ്ഥലം, എന്താണ് ആ ഒരു പരിസ്ഥിതി, അതിന്റെ ഒരു ഭൂപ്രകൃതി എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് കാണുക എന്നൊരു കാര്യം കൂടിയുണ്ട്. എന്തായാലും
നിലവിലെ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇപ്പോൾ മന്ത്രി അനിൽകുമാറൊപ്പം തന്നെ ടി സിദ്ദിഖ് MLA മാർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തോടൊപ്പമുണ്ട്. അവരെല്ലാം തന്നെ അവിടെ എത്തി ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായും അതോടൊപ്പം തന്നെ ഈ പോലീസുകാരുമായും NDRF സംഘവുമായും ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഒരുപക്ഷെ മുകളിലോട്ട് പോകാനുള്ള സാധ്യത കുറവാണെന്നാണ് ഒരുപക്ഷെ മനസ്സിലാക്കുന്നത്. കാരണം മുകളിലേക്ക് പോയാൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ട്. കാരണം സുരക്ഷാ പ്രശ്നം എന്ന് പറയുന്നത് ഇനിയും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്യുന്ന സ്ഥലത്തേക്ക് പോലും മുഖ്യമന്ത്രി പോകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ അവിടെ നിന്ന്, അതായത് ഈ പാലത്തിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് നിന്ന് എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യങ്ങൾ കൃത്യമായി നോക്കി മനസ്സിലാക്കുക എന്നൊരു രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. എന്തായാലും ആ ഭാഗത്തേക്ക് ഇപ്പോൾ അവിടെ എത്തി മന്ത്രി AP അനിൽകുമാറും അതോടൊപ്പം തന്നെ ടി സിദ്ദിഖും അദ്ദേഹത്തോടൊപ്പമുണ്ട്. അവരും കൃത്യമായി എന്താണ് സംഭവിച്ചത്, ടണൽ അധികൃതർ അല്ലെങ്കിൽ കരാർ കമ്പനിയുമായി ബന്ധപ്പെട്ട അധികാരികളോ അല്ലെങ്കിൽ അധികൃതരോ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം മാധ്യമപ്രവർത്തകർക്ക് ആ ഭാഗത്തേക്ക് പ്രവേശനമില്ല. പക്ഷേ അതിൽ കൃത്യമായി ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായിരുന്നു ഒരു സാഹചര്യം, എന്തായിരുന്നു, ആളുകൾ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, ഈ അപകടം നടക്കുമ്പോൾ ഏത് ഭാഗത്തേക്കാണ് കൂടുതലായി മണ്ണ് ഒലിച്ചിറങ്ങിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ആളുകൾ ചൂണ്ടിക്കാട്ടുകയും മുഖ്യമന്ത്രിയുമായി അത് കൃത്യമായി സംവദിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രദേശവാസികൾ, അതായത് ഇനി ഏതൊക്കെ ഭാഗത്താണ് ഈ പരിശോധന നടത്തേണ്ടത്, ഏത് ഭാഗത്താണ് ഡോഗ് സ്ക്വാഡ് അല്ലെങ്കിൽ മനുഷ്യ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത ഏത് ഭാഗത്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോൾ എവിടെ നിന്ന് മണ്ണ് എങ്ങോട്ടേക്ക് നീക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് കൂടി നൽകുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും രീതിയിൽ ഇന്ന് മുഖ്യമന്ത്രി സന്ദർശനത്തിന് ശേഷം ദുരിതാശ്വാസ ക്യാമ്പും അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെയും സന്ദർശിക്കും. അതിനുശേഷം ഒരു അവലോകന യോഗം കൂടി ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ദുരിതാശ്വാസ സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇന്ന് വരും. അപ്പോൾ സ്വാഭാവികമായി ഇതൊരു പ്രകൃതി ദുരന്തം എന്ന രീതിയിൽ, പക്ഷേ അപ്പോഴും ചില പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ആദ്യം തന്നെ ഇത് പ്രകൃതി ദുരന്തമല്ല, ഇതൊരു വീഴ്ചയാണ് എന്ന രീതിയിലൊക്കെ ഒരു പ്രതികരണമൊക്കെ നടത്തിയത് മന്ത്രിമാർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയ സാഹചര്യത്തിൽ ഇനി എന്താണ് തുടർ നടപടികൾ ഉണ്ടാകുക, എത്രത്തോളം ആളുകളെ, പ്രത്യേകിച്ച് മലയാളികളല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഉപജീവനത്തിന് വേണ്ടി ഇവിടെ എത്തുകയും സർക്കാർ സംവിധാനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി നിൽക്കുകയും അതിനിടയിൽ ആ പ്രൊജക്ട് നടക്കുന്നതിനിടയിൽ സർക്കാരിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കമ്പനിയുടെ ഭാഗമായി നിൽക്കുന്ന പ്രവർത്തകരൊക്കെയാണ് അല്ലെങ്കിൽ ജീവനക്കാരൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയുള്ള ആളുകളാണ്, മറ്റ് പല സംസ്ഥാനങ്ങളിലുള്ളവരാണ്. അപ്പോൾ അവരെ എങ്ങനെ ചേർത്ത് നിർത്തും, അതോടൊപ്പം തന്നെ ഈ തിരച്ചിൽ എത്രത്തോളം ദിവസം ഇനി മുന്നോട്ട് കൊണ്ടുപോകാനാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംശയമാണ്. കാരണം നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പകുതി പാറക്കല്ലുകളും കോൺക്രീറ്റുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തു മാറ്റാൻ എത്രത്തോളം സമയം ആവശ്യമാണ്, എങ്ങനെയായിരിക്കും അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, എത്രത്തോളം ഇവിടെ നിന്ന് മണ്ണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് ടിപ്പറിൽ കയറ്റി കൊണ്ടുപോകാനാകും തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനത്തിന്റെ എല്ലാ കാര്യങ്ങളും, അതോടൊപ്പം തന്നെ നിലവിൽ ഒരുക്കേണ്ട പശ്ചാത്തല സൗകര്യങ്ങളുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഏത് രീതിയിലാണ് ഈ നടത്താൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരണമെങ്കിൽ ഈ സ്ഥല സന്ദർശനം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഇത്തരത്തിലൊരു സന്ദർശനം നടക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ നിലവിലെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പ്രകൃതി വീണ്ടും അല്ലെങ്കിൽ ഈ മഴ തുടർച്ചയായി പെയ്യുന്നതിനാണ്. അപ്പോൾ ആ തരത്തിൽ ഇനിയും പെയ്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും രക്ഷാപ്രവർത്തനത്തിന്റെ മറ്റൊരു ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു കൃത്യത വരുത്തണം. അപ്പോൾ അതൊക്കെ തന്നെ കൃത്യമായി ഈ മുഖ്യമന്ത്രി ചോദിച്ചറിയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി കൂടി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഈ നിലവിൽ പുഴയിലുള്ള പരിശോധന എത്രത്തോളമായിരുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അല്ലെങ്കിൽ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ പുഴയിലേക്ക് ചൂണ്ടിക്കാട്ടുകയും ഏതൊക്കെ മേഖലയിൽ പരിശോധന നടത്തിയിട്ടുണ്ട് എന്ന കാര്യം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം തിരിച്ചു മടങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ ഭാഗത്ത്, അതായത് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും ഉണ്ടായിരുന്ന ഭാഗത്ത് നിന്ന് അല്പം അദ്ദേഹം പിന്നോട്ടേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തിരിച്ചു വരികയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അവിടെ നിന്ന് മടങ്ങുന്നു എന്നുള്ള രീതിയിലാണ് നമുക്ക്
മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കാരണം ആ ഭാഗത്തേക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഭാഗത്തേക്ക് നേരത്തെ മാധ്യമങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചില്ല. നേരത്തെ പറഞ്ഞ പോലെ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് അത്രത്തോളം എത്താനായിരുന്നില്ല. എന്തായാലും നിലവിലെ കൂടിക്കാഴ്ച പൂർത്തിയായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വരികയാണ്. ഇനി ഉള്ള സന്ദർശനം എന്ന് പറയുന്നത് നേരെ ക്യാമ്പിലേക്കാണ്. ദുരിതാശ്വാസ ക്യാമ്പ് തിരിച്ച് അങ്ങോട്ടേക്ക് പോകുന്ന, അതായത് ഈ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ആ ക്യാമ്പിലേക്ക് കയറുകയും നിലവിൽ കൂടുതൽ ആളുകളെ ഈ ജോലിക്കെത്തിയ ആളുകളെയും അതോടൊപ്പം തന്നെ മുകളിൽ ചൂരൽമല ഉൾപ്പെടെയുള്ള മുകളിൽ ഉള്ള ആളുകളെയൊക്കെ തന്നെ ആ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ക്യാമ്പിൽ അദ്ദേഹം എത്തുകയും ഇവരുമായി കൂടിയാലോചനകൾ നടത്തുകയും എന്താണ് നിലവിലെ ഒരു സാഹചര്യം, എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളായി ചെയ്യേണ്ടത്, അതോടൊപ്പം തന്നെ ഏതെങ്കിലും രീതിയിലുള്ള കൂടുതൽ സൗകര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കഴിയുന്ന 7 പേർ, ആ 7 പേരെ കാണുന്നതിനായി ആശുപത്രിയിലേക്ക് തിരിക്കുക. അവിടെ മുഴുവൻ രോഗികളുമായി അതിൽ 2 പേരുടെ നിലയാണ് ഗുരുതരം, ഒരാളുടെ അതീവ ഗുരുതരവും അതോടൊപ്പം തന്നെ ഒരാൾ ICUവിലുമാണ്. മറ്റ് 5 പേരുമായും യഥാർത്ഥത്തിൽ കൂടിക്കാഴ്ച നടത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ആ 5 പേരുമായും കൂടിക്കാഴ്ച നടത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും അവലോകന യോഗം ചേരുക. ആ അവലോകന യോഗം എന്ന് പറയുന്നത് നിർണായകമാണ്. കാരണം വയനാടിന് നേരത്തെ തന്നെ ഒരു പ്രത്യേക പാക്കേജ് ഒക്കെ വേണം. എന്നാൽ മാത്രമേ കൃത്യമായി ഓരോ മേഖലയിലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാവും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനാവും. അതോടൊപ്പം തന്നെ അതിൽ ഓരോ പാക്കേജ്, അതായത് നേരത്തെ കുട്ടനാടിനൊക്കെ പ്രഖ്യാപിച്ചതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള ദുരന്ത മേഖലകളിൽ ഉണ്ടായ ദുരന്തബാധിത മേഖലകളിൽ കൃത്യമായി പല പദ്ധതികളും നടപ്പിലാക്കേണ്ടതുണ്ട്. സുരക്ഷാ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്, സുരക്ഷാ ഭിത്തികൾ സ്ഥാപിക്കേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ കഴിഞ്ഞ ബജറ്റിൽ ഒന്നും തന്നെ പ്രത്യേക പരിഗണന ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. ആ സാഹചര്യത്തിൽ ഇത്തവണ ഈ അവലോകന യോഗത്തിൽ ഒരുപക്ഷെ MLA മാർ ഉൾപ്പെടെയുള്ളവർ ഈ കാര്യങ്ങൾ വീണ്ടും ചൂണ്ടിക്കാട്ടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി ഇപ്പോൾ ആ കൂടിക്കാഴ്ച പൂർത്തിയാക്കി തിരിച്ചു വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇങ്ങോട്ടേക്ക് അതിനോടൊപ്പം തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും നിലവിൽ അവർ ആ കൂടിക്കാഴ്ച പൂർത്തിയാക്കി ഇങ്ങോട്ടേക്ക് മടങ്ങുന്നുണ്ട്. മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മന്ത്രിമാരുൾപ്പെടെയുള്ളവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അദ്ദേഹം ആ കൂടിക്കാഴ്ച അല്ലെങ്കിൽ ആ സന്ദർശനം അവിടെ അത് പൂർത്തിയാക്കി ഇങ്ങോട്ടേക്ക് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ തിരിച്ച് വാഹനത്തിലേക്ക് എത്തുകയും ഇതിനുശേഷം നേരെ ദുരിതാശ്വാസത്തിലേക്കാണ് അദ്ദേഹം മടങ്ങുന്നത്. ആ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിയതിനു ശേഷം മുഴുവൻ ആളുകളുമായും കൂടിക്കാഴ്ച നടത്തും. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവരുമായി, കാരണം നേരത്തെ പറഞ്ഞതുപോലെ നിലവിൽ ഈ കാണാതായ ആളുകളുടെ ഒക്കെ ബന്ധുക്കളൊക്കെ ആ ക്യാമ്പിലുണ്ട്. ഇനി കണ്ടെത്തേണ്ട ആളുകളുടെ ബന്ധുക്കളും ആ ക്യാമ്പിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ അവരുമായ ഒരു കൂടിയാലോചനകളൊക്കെ ഉണ്ടാകും. എന്താണ് അവരുടെ ഒരു സ്റ്റാൻഡ് എന്ന കാര്യത്തിൽ. കാരണം നിലവിൽ സർക്കാരിന്റെ ഇനിയൊരു ഭാവി പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, എന്ത് സർക്കാർ നടത്താൻ പോകുന്നത്, ഏത് രീതിയിലാണ് ഇവരെ കണ്ടെത്താനുള്ള ഇനിയുള്ള മാർഗങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അവർ മുന്നോട്ട് വയ്ക്കും. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ആ കാര്യങ്ങൾ ഒരുപക്ഷെ വിശദീകരിക്കാനുള്ള സാധ്യത, അവരുമായി വിശദീകരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതിനുശേഷമാണ് ഈ ക്യാമ്പ് അല്ലെങ്കിൽ ആശുപത്രിയിൽ കഴിയുന്ന ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുക. അങ്ങോട്ടേക്ക് കൂടി മുഖ്യമന്ത്രി ആ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് കൂടി പോകുന്നുണ്ട്. ആ ആശുപത്രിയിൽ പോയതിനു ശേഷം ഈ രോഗികളുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷമായിരിക്കും ഈ മറ്റൊരു യോഗത്തിൽ, അതായത് അവലോകന യോഗത്തിൽ കൂടി മുഖ്യമന്ത്രി പങ്കെടുക്കുക. ആ അവലോകന യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം മുഖ്യമന്ത്രി മടങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ അദ്ദേഹം ഈ കാറിലേക്ക് കയറുകയാണ്. നിലവിൽ അദ്ദേഹം ഈ സന്ദർശനം പൂർത്തിയാക്കി കാറിലേക്ക് മടങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇപ്പോഴത്തെ സന്ദർശനം പൂർത്തിയാക്കി ഇപ്പോൾ അതിനിടയിൽ ഒരു രോഗിയുമായി ഒരു വാഹനം കടന്നു വരുന്നതാണ്. അപ്പോൾ അതിനിടയിൽ ഒരു രോഗിയുമായി പോയി വാഹനം കടന്നു വരുന്നതാണ്. അപ്പോൾ അവർ കടന്നുപോയി. എന്തായാലും മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും മടങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മന്ത്രി AP അനിൽകുമാർ, അതോടൊപ്പം തന്നെ T സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അതോടൊപ്പം തന്നെ ഉത്തരമേഖല IG ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. എന്തായാലും ഒരുപക്ഷെ പ്രതികരണത്തിനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നുള്ളത് സംശയമുണ്ട്. എന്തായാലും
ഇവിടെ നിന്ന് പ്രതികരിക്കില്ല എന്നുള്ളതാണ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നത്. ഈ അവലോകന യോഗത്തിന് ശേഷം മാത്രമായിരിക്കും ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടാവുക എന്നുള്ളതായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. ഒരുപക്ഷെ അങ്ങനെ തന്നെയാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ വാഹനം ഔദ്യോഗിക വാഹനം കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം മന്ത്രിമാർക്കൊപ്പം തന്നെ മടങ്ങും. അതിനുശേഷം ഈ ക്യാമ്പിലേക്കാണ് നേരെ പോവുക. ആ ക്യാമ്പിൽ പോയതിനു ശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ ഒരു കൂടിക്കാഴ്ച, ആളുകളുമായി കൂടിക്കാഴ്ചയുണ്ട്. ക്യാമ്പിൽ കഴിയുന്ന ചൂരൽമലയിലെ ദുരിതബാധിതർ ഉൾപ്പെടെ, കാരണം നേരത്തെയുള്ള കാര്യങ്ങൾ കൂടി, അതായത് അവിടെ ഏതെങ്കിലും രീതിയിൽ നിലവിൽ കഴിഞ്ഞ പാക്കേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അതോടൊപ്പം തന്നെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടോ, ഏതെങ്കിലും പ്രയാസങ്ങളുണ്ടോ, പ്രതിസന്ധികളുണ്ടോ, അതോടൊപ്പം തന്നെ പാക്കേജുമായി ബന്ധപ്പെട്ട കൃത്യമായി പണം ലഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ വീടുകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ ആ കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചറിയും. അതിനുശേഷമായിരിക്കും എന്തായാലും അദ്ദേഹം ആശുപത്രിയിലേക്ക് പോവുക. ഇപ്പോൾ സ്ഥലത്തെ ചില പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും മുഖ്യമന്ത്രി പുറപ്പെടുകയാണ്. മുഖ്യമന്ത്രി നേരെ എന്തായാലും ക്യാമ്പിലേക്കാണ് പോകുന്നത്. ആ ക്യാമ്പിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള കൂടിക്കാഴ്ച നടത്തുമെന്നാണ്. എന്തായാലും നിലവിൽ ഏറ്റവും നിർണായകമായ കൂടിക്കാഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ക്യാമ്പിന് ശേഷം ആശുപത്രിയിലേക്ക് പോകും. അതിനുശേഷമാണ് അവലോകന യോഗം നടക്കുക. ആ അവലോകന യോഗത്തിന് ശേഷം മാത്രമായിരിക്കും എന്തായിരിക്കും തീരുമാനം എന്ന് മാധ്യമങ്ങളോട് അറിയിക്കുക. ഒരുപക്ഷെ എത്ര ദിവസം ഈ തിരച്ചിൽ നീണ്ടു നിൽക്കും, അതോടൊപ്പം തന്നെ ഏതെങ്കിലും രീതിയിൽ കൂടുതൽ സഹായങ്ങൾ നൽകേണ്ടതുണ്ടോ, പാക്കേജുകൾ നൽകേണ്ടതുണ്ടോ, അതോടൊപ്പം തന്നെ നിലവിൽ ചികിത്സയിൽ കഴിയുന്നവർക്കും അതോടൊപ്പം തന്നെ ഈ കാണാതായ അവരുടെ കുടുംബങ്ങൾക്ക്, മരിച്ച ആളുകളുടെ കുടുംബങ്ങൾക്ക് അവർക്ക് എത്ര രൂപ ധനസഹായം നൽകേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്തുക ആ അവലോകന യോഗത്തിലാകും. എന്തായാലും നിലവിൽ ഇവിടെ നിന്നുള്ള സന്ദർശനം പൂർത്തിയാക്കി മുഖ്യമന്ത്രി മടങ്ങിയിരിക്കുകയാണ്. എന്തായാലും മുഖ്യമന്ത്രി വയനാട് കള്ളാടിയിൽ ദുരന്തബാധിത പ്രദേശം സന്ദർശിച്ചിരിക്കുകയാണ്. ഇനി നേരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ്. അത് കഴിഞ്ഞ് അവലോകന യോഗം കൂടി ഉണ്ടാകും. അതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രി തിരികെ മടങ്ങുക. യോഗത്തിലാണ് തീരുമാനങ്ങളൊക്കെയും. ഇനി എത്ര ദിവസമാണ് പരിശോധനകൾ ഉണ്ടാകുക കാര്യത്തിലുള്ള വ്യക്തത യോഗത്തിന് ശേഷമാണ് ഉണ്ടാവുക. വിവരങ്ങളാണ് സരീഷ് നൽകിയത്.